എന്നാ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കൈയുടെ ആദ്യം അവർക്ക് കൊടുക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മക്കളെ. നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിൽ ചേട്ടന്മാർ ഞെട്ടിപ്പോയി. അവരുടെ എനർജി കണ്ടില്ല. അവിടുന്ന് ഈശ്വര ഇവരോട് ഇനി ഡാൻസ് കളിക്കാനെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യ ചിഹ്നത്തിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. മണിക്കൂട്ടൻ ചേട്ടന്റെ മുഖത്തൊക്കെ കണ്ടോ? അല്ല എന്തെന്നറിയുമോ, ഞാൻ അതിശയിച്ചെന്ന് പറഞ്ഞാ ഈ കഴിഞ്ഞ ദിവസം മുന്നേ നിങ്ങളുടെ ഈ പെർഫോമൻസ് ഞാൻ ഈ പറയുന്ന പോലെ ഇൻസ്റ്റയിൽ കണ്ടിരുന്നു. അത് നേരിട്ട് കാണാൻ സാധിച്ചതിന്റെ ഒരു വലിയ സന്തോഷമാണ് നമുക്ക്. ഗംഭീരായിരുന്നു കേട്ടോ, എല്ലാവരുടെ എക്സ്പ്രഷൻസ്, സ്റ്റെപ്സ്. ആരാണ് ഇത് പഠിപ്പിക്കുന്നത് നിങ്ങളെ? കാരണം അഭിജിത്ത് മോഹനൻ മാസ്റ്റർ ഉണ്ടല്ലേ? ഗംഭീര 5 പേരേ ഉള്ളൂ. പക്ഷെ ചില സമയത്ത് നമ്മളിവിടെ നോക്കുമ്പോ ഒരു 10-15 പേര് നിൽക്കുന്ന ഒരു ഇമ്പാക്റ്റാ. എല്ലാം പയറ് പോലെ ഇങ്ങനെ കിടക്കുന്നു. അത് സ്റ്റെപ്സ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നിങ്ങളത് വളരെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ ഇവിടെ നിന്ന് ഞെട്ടുമായിരുന്നു. അല്ല, ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു മിക്ക റീൽസുകളിലും ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പുതിയ ജനറേഷനിലെ പിള്ളേരെല്ലാം ഡാൻസ് കളിക്കുന്ന എല്ലാം ഒരു 2 ബീറ്റ് 3 ബീറ്റ് കയറ്റിയാ കളിക്കുന്നത്. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പടം നമ്മുടെ കല്യാണരാമനിലെ ഷാഫി സാറിന്റെ പടത്തിലെ ഡാൻസ് ആണ്. അതില് എനിക്ക് തോന്നുന്നു ചാക്കോച്ചനും അവരൊക്കെയാണ് കളിച്ചേക്കണത് ഈ പാട്ട്. പക്ഷെ അതിന്റെ ബീറ്റിനെക്കാളും ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ എല്ലാവരും കളിച്ചത്. അത് മാത്രമല്ല, ഇതുവരെ കാണാത്ത കുറെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര ഐക്കോണിക് സ്റ്റെപ്പുകൾ എന്ന് പറയില്ലേ, അതേപോലത്തെ കുറെ സ്റ്റെപ്പുകൾ അതിലുണ്ടായിരുന്നു. നിങ്ങളുടെ പേര് പെട്ടെന്ന് പറഞ്ഞു. തുളസി, ആദിത്യ, അതുല്യ, അക്ഷര, ചിത്ര. എല്ലാവരുടെയും സ്വദേശം എവിടെയാണ്? ചാലക്കുടി. ചാലക്കുടി. ഒരുമിച്ച് പഠിക്കുന്നവരാണോ എല്ലാവരും? സ്കൂള്, കോളേജ്. ഒരു കോളേജോ? റീൽസ് കണ്ടപ്പോഴത്തേന് ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് ഒരു 8-9 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്താണ് അവരെ കൊണ്ട്? ഞങ്ങളുടെ ചേട്ടന്റെ വിഷമം കണ്ടില്ല. എന്താണ് അവരെ കൊണ്ടുവരേണ്ടത്? അവരെവിടെ? ബാക്കിയുള്ളവരെവിടെ പോയി? അവരുണ്ട് ഇവിടെ. പക്ഷെ ഡാൻസ് കളിക്കാൻ നിങ്ങൾ മാത്രമേ കയറിയുള്ളൂ എന്നാണോ? നിങ്ങൾ എത്ര പേരാണ് ശരിക്കും ആസ് എ ഗ്യാങ്? എത്ര പേരാണ്? 10 പേര്. അല്ല, ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങള്? നമ്മള് 2 സ്റ്റെപ്പ് വെച്ച് ചെയ്യുമ്പോൾ നമ്മള് കഥക്കത്തില്ലേ? ഇത് പറയുമ്പോൾ ആങ്കറായ ഞാൻ പറയണം. എന്നാ മണിക്കുട്ടൻ ചേട്ടാ ഇവിടെ കഥയ്ക്കാതെ വന്ന് കളിക്കില്ല. ജന്മുണ്ടെങ്കിൽ പറയരുത്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലും പറയില്ല. അത് എനിക്ക് പറയണമെങ്കിലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞപ്പോ ഇവിടുന്ന് ചിലതൊക്കെ ചാടിച്ചെന്ന ചരിത്രമുണ്ട്. പക്ഷെ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം. പ്രേക്ഷകർ മാത്രമല്ല, ഞാനും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിക്കൂട്ടൻ ബ്രോയുടെ ഡാൻസ്. ഇപ്പൊ അങ്ങനെയായോ?
അന്നാ എനിക്കും ഇഷ്ടം. എന്നാ ബാ മണിക്കുട്ടൻ 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 മണിക്കുട്ടൻ. കോമഡി മാസ്റ്റേഴ്സിൽ ജഡ്ജായി വന്നപ്പോ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല എന്നോർത്തില്ല അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം നിർത്താൻ തുടങ്ങുക. തൂക്കിയടി. ഹലോ ഹലോ അടിച്ചു കയറി വാന്ന് പറയാം ഇവിടെ. എന്നതായിരുന്നു പെർഫോമൻസ്? വൻ വൈബ്. നിങ്ങള് 5 പേർക്ക് ഒരൊറ്റ മണിക്കൂട്ടം ഞങ്ങക്ക്. ഇത് ഇവരുടെ എനർജി, നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് ആദ്യം കണ്ടപ്പോ ആ ഒരു എനർജി കയറിയതാണ്. എലീന ആരും കഥയ്ക്കൂലെന്നോ അങ്ങനെ അത് കഥയ്ക്കുന്നല്ല, എയർ വിട്ട് കളയുന്ന സംസാരിച്ചേ. ഇത്രയും സുന്ദരികളുടെ ഡാൻസും പറയാതെ കഥച്ചു. ഗംഭീരായിരുന്നു മക്കളെ. 5 പേരും അതിഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു. ഭയങ്കര എനർജി ആയിരുന്നു. അത് മാത്രല്ല ഞങ്ങളുടെ ചെറുക്കനോട് അങ്ങോട്ട് വന്നു അതിനിടയിലിടെ അങ്ങോട്ട് നിന്നപ്പോ ഒന്നും പറയാനില്ല. ഒന്നും പറയണ്ട, ഒക്കെ നാട്ടുകാർ പറഞ്ഞോളൂ. പൊളിച്ചടുക്കായിരുന്നു. അല്ല നല്ല രസം. പക്ഷെ ഒരു കാര്യം പറയണം, മണിക്കുട്ടി ചേട്ടൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു വന്നു. ഇവരുടെ മാസ്റ്റർ ഒന്ന് ജോയിൻ ചെയ്യണം നമ്മളോടൊപ്പം. മാസ്റ്ററിന്റെ പേരെങ്ങനെയായിരുന്നു? അഭിജിത്ത് മോഹനൻ. അഭിജിത്ത് കിഡിലായിട്ട് കൊറിയോഗ്രാഫി ചെയ്തു. എത്ര വർഷമായിട്ട് ഡാൻസ് സ്കൂളുണ്ടോ? ഡാൻസ് എന്താണ് ചെയ്യുന്നത്? ഫ്രീലാൻസറിന് വർക്ക് ചെയ്യണേ. സ്കൂളിൽ പഠിപ്പിക്കായിരുന്നു, ടീച്ചറായിരുന്നു. പിന്നെ സ്കൂളില് ഡാൻസ് ടീച്ചറായിരുന്നു. ഡാൻസ് ടീച്ചറായിരുന്നു. ഏത് സ്കൂളില്? CMI ചാലക്കുടിയില്. എന്നിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് പിന്നെ ഫിലിം എഡിറ്റിംഗ്, അസിസ്റ്റന്റ് ഡയറക്ടർ. നൈസ് ആയിരുന്നു നിങ്ങളുടെ കൊറിയോഗ്രാഫി. നൈസ് ആയിരുന്നു. ഇവിടെയുള്ള ഫുൾ വൈബ് തന്നെ സൂപ്പർ ആയിരുന്നു. അത് മാത്രമല്ല ഇനിയും പറഞ്ഞാൽ ഇനി ഒരുപാട് മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഒരു നല്ല കൊറിയോഗ്രാഫർ ആണെന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പെട്ടെന്ന് മണി വന്നിട്ട് ഈ ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് സിങ്ക് ആയിട്ട് അതിന് പറ്റുന്ന സ്റ്റെപ്സ് അയാൾ ചെയ്തു കൊടുത്തത്. അത്ര പെട്ടെന്ന് അത് ചെറിയ സമയം കൊണ്ട് അത് പഠിച്ചെടുത്ത് അതിഗംഭീരമായിട്ട് ചെയ്തത് മണിക്കൂട്ടനും ഒരു അടിപൊളി. അത് വളരെ സത്യസന്ധമായ കാര്യമുണ്ടോ? നമ്മള് ഇപ്പോ വേറെ പല ലാംഗ്വേജുകളിലും തെലുങ്കിലും അവിടെയൊക്കെ നമ്മള് ഹീറോസ് ഒരു 3-4 ദിവസം മുമ്പേ റിഹേഴ്സൽ തുടങ്ങുമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിന് മാത്രമാണ് ജസ്റ്റ് നേരിട്ട് കണ്ടിട്ട് അപ്പത്തിനെ കളിക്കുന്നത്. അപ്പൊ എത്ര പെട്ടെന്നാണ് ബ്രോ അത് പഠിച്ചത്. സത്യമായിട്ടും ഗംഭീര ഡാൻസറാണ് നിങ്ങൾ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ ഒരു രാജാവായ മണിക്കുട്ടൻ ചേട്ടൻ കിടിലമായിട്ട്. ബിപിൻ പറഞ്ഞ ഉദ്ദേശിച്ച് ഇവിടെ നിൽക്കല്ലേ, നീ തെലുങ്കിൽ പോയി രക്ഷപ്പെടും. ബേബിയോ ശരി എന്നാ ബേബി നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? ബേബി സുകുമാർ ഷെട്ടി ഗിഫ്റ്റ് കൊടുത്താലോ? ആ ശാന്തമ്മ എല്ലാം ഡാൻസ് ആണ് വേണ്ടായിരുന്നു.
കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി സമ്മാനം.